Hello, good morning. So today we discuss about the production optimizations and the ISO cost curve. Okay, production optimizations or the optimum input combination or the least cost combination or production equilibrium. ഇത് നാല് രീതിയിലും ഇതിനറിയപ്പെടാറുണ്ട്. സോ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലാണ് നമുക്ക് 2 ഫാക്ടേഴ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊഡ്യൂസർ വിൽ നോട്ട് അക്സെപ്റ്റ് ഓൾ ദ കോമ്പിനേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സിന് എന്താ വേണ്ടത്? ദേ നീഡ് ദ പ്രോഫിറ്റ്. Okay, the profit can be maximized only by maximizing the output at the minimum cost. അപ്പോൾ നമുക്കിവിടെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസിലും നമുക്ക് സെയിം ഔട്ട്പുട്ടാണ്. പക്ഷേ ചില കോമ്പിനേഷൻസ് എങ്ങനെയാണോ നമുക്കൊരു മിനിമം കോസ്റ്റായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റായിട്ട് കിട്ടുന്നത്, ആ കോമ്പിനേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഒപ്റ്റിമം കോമ്പിനേഷൻ ഓർ ദ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഈസ് ദാറ്റ് കോമ്പിനേഷൻ വിച്ച് പ്രൊഡ്യൂസസ് മാക്സിമം ഔട്ട്പുട്ട് ദ മിനിമം കോസ്റ്റ് at the minimum cost. So least cost combination is a combination where the average cost of production is minimum. So the production function is represented by the ISO count or the cost function is represented by the ISO cost curve. അപ്പോൾ ഏത് പ്രൊഡക്ഷൻ കോമ്പിനേഷനാണോ ഏറ്റവും ലീസ്റ്റ് അതായത് മിനിമം കോസ്റ്റിൽ വരുന്നത്, ആ കോമ്പിനേഷനെയാണ് നമ്മൾ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അസംഷൻസ് ഇങ്ങനെയാണ്. ഇവിടെ ഓൺലി 2 ഫാക്ടേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. 2 ഫാക്ടേഴ്സും അതേപോലെ ഹോമോജീനിയസ് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരിക്കണം. ദെൻ ഇൻപുട്ട് ഫാക്ടേഴ്സ് നമുക്ക് എത്രയാണെന്നുള്ളത് തന്നിരിക്കണം, അതിൻ്റെ മണി ഔട്ട്ലേ തന്നിരിക്കണം. പിന്നെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇതെന്താ ഐസോ കോസ്റ്റ് കർവ്. ഐസോ കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്. അതായത് എന്താണോ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ അതിനെ നമ്മൾ എന്താ പറയുക കോസ്റ്റ് ഫങ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഐസോ കോസ്റ്റ് കർവ് എന്ന് നമ്മൾ പറയുന്നത്. So in order to select the optimum quantity of 2 inputs, the firm has to consider their quantities and their prices. The factors of productions are available at a price, and therefore the prices and amount of money which the firm wants to spend has to taken into consideration. The ISO cost line represents these 2 things. So ISO cost എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള കോമ്പിനേഷന് എങ്ങനെയാണ് ഏറ്റവും ലീസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. Okay, an ISO cost line indicates the different combination of 2 factors with the firm buy at a given prices within a given amount of money. It shows all the combinations of labor capital and the firm can produce the purchase with the given outlay at the given prices. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അതായത് മണി ഔട്ട്ലേ എന്ന് പറയുന്നതാണ് ഇവിടെ ഈക്വലായിട്ട് വരിക. അപ്പോൾ 5000 ആണ് നമുക്കുള്ള ഔട്ട്പുട്ട് സ്പെൻഡിങ് മണി എന്ന് പറയുന്നത്. 2 ഫാക്ടർ കോമ്പിനേഷൻ നമ്മൾ ചെയ്യണം, ഒന്ന് ക്യാപിറ്റലും ഒന്ന് ലേബറും. ഓക്കെ, ദ വീക്ക്ലി വേജസ് ഓഫ് വർക്കർ ഈസ് 50. ദ ഫേം ക്യാൻ എംപ്ലോയ് 100 വർക്കേഴ്സ്. അപ്പോൾ അതന്നെ എന്തായി 5000 ആയി. And if the 1 unit of capital cost ₹20, then the firm can buy 250. 100 എന്താ പറയുക 20 into if the firm buy 250 units of capitals, 20 രൂപയാണ് 1 യൂണിറ്റ് എങ്കിൽ ഫേം 250 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ thus the whole amount spent is of ₹5,000 either on labor or on capital. അപ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാപിറ്റലിനോ അല്ലെങ്കിൽ ലേബറിനോ അതിൻ്റെ എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതിൽ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, ദിസ് ഈസ് L1 ലേബർ ആൻഡ് ദിസ് ഈസ് എ ക്യാപിറ്റൽ കോമ്പിനേഷൻസ്. സോ L1 K1 എന്നുള്ള കോമ്പിനേഷനിൽ നമുക്ക് 5000 യൂണിറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്.
then L2 K2 6000 7000. ഇതിൽ യൂണിറ്റ്സ് പെർ യൂണിറ്റ്സ് ഔട്ട്പുട്ട് കൂടുന്നുണ്ടെങ്കിലും മിനിമം കോസ്റ്റ് പെർ യൂണിറ്റ് എവിടെയാണോ വരുന്നത് അതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. So the slope of ISO-cost lines is determined by the firm's outlay or the budget and the price of the two factors. Okay, ISO-cost line determined by the firms, it represents the ratio of the price of the capital to the price of the labor. Capital divided price of the capital divided by price of the labor ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റേഷ്യോ അവൈലബിൾ ആവുക. അതാണ് നമുക്ക് ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് വരുന്ന ഏതാണ് കോസ്റ്റ് കർവ് എന്നുള്ളത്. If the price of any one of the factor changes, there would be corresponding change in the slope of ISO-cost line. If the firm wants to spend more amount, there will be parallel upward shift in the ISO-cost line. If you want to spend less, it will be parallel downward shift in the ISO-cost. So ഈ കോസ്റ്റിൻ്റെ ഇതിനനുസരിച്ച് ഇതിൻ്റെ പാരലാലിറ്റി ഡിഫറെൻ്റ് ആയി പോവും. ഇനി ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഐസോകോസ്റ്റിന് ഒരു പാരലൽ, അതായത് ഇവിടെ ലേബറും ക്യാപിറ്റലിൻ്റെയും നമ്മളൊരു കോമ്പിനേഷൻസിലൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ Q1 IQ1 then IQ2 and IQ3 മൂന്ന് കോമ്പിനേഷൻസിലുള്ള ഐസോകോസ്റ്റ് കർവിന് വരുമ്പോൾ ഈ രണ്ട് പോയിൻറ്റിൽ ഇതിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റ്സ് അത് ലീസ്റ്റ് കോമ്പിനേഷൻസ്. F&G does not have the least combination because ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഓൺലി 1000 യൂണിറ്റ്സേ കിട്ടുന്നുള്ളൂ. പക്ഷേ നേരെ മറിച്ച് സെക്കൻഡ് IQ1 ആണെങ്കിൽ ഇവിടെ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് 1250 യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ മിനിമം കോസ്റ്റുമാണ്, അതായത് ഇവിടെ ലേബറും കുറവാണ്, ക്യാപിറ്റലും കോമ്പിനേഷൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഐസോകോസ്റ്റ് എന്ന് പറയുന്നത് 1000 നിന്നും 1250 ആക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് വരുന്നു. പക്ഷേ 1500 ആക്കുമ്പോൾ നമുക്കൊരിക്കലും അതിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ ലീസ്റ്റിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അതിൻ്റെ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർജിനൽ റേറ്റ് ഓഫ് MRTS of K&L equal to price of capital divided by price of labor. Capital is substituted for labor ആണെങ്കിൽ price of capital divided by price of labor. And input combination, അതായത് ഒരു കോസ്റ്റ് ലൈൻ സ്ട്രക്ചർ ആണെങ്കിൽ capital divided by labor. അപ്പോൾ നമുക്ക് the equality between MRTS between the price of capital and labor of the price gives the maximum output at the minimum cost. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോമ്പിനേഷൻസിൽ ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കിട്ടുന്നത് ഏതാണോ അതിനെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നു. താങ്ക് യു.